നിങ്ങൾ അറിഞ്ഞു കാണും, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാർച്ചിൽ, അതായത് ആദ്യം നതന്യാഹു അവിടെ എത്തി, മറ്റൊരു പ്രധാനമന്ത്രി, മറ്റൊരു രാജ്യത്തിൻ്റെ റൂളർ ആദ്യമായിട്ട് ട്രംപിനെ കാണുന്നത്, അവിടെ പോയി കാണുന്നത്, അതിന് ചാൻസ് കൊടുത്തിരിക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിക്കാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട പല ചർച്ചകൾ നടക്കുന്നുണ്ട്, ആ, പല രീതിയിലുള്ള വാർത്തകളാണ് പല ഇൻ്റർനാഷണൽ മീഡിയാസിലും വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് മോഡിക്ക് വലിയ പ്രാധാന്യം കൊടുക്കുക, അതായത് മനസ്സിലാക്കുക. നേരത്തെ ഞാനൊരു വീഡിയോ പറഞ്ഞിരുന്നു, എന്തുകൊണ്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെ പോകാതില്ല. ഒരു വലിയ റീസണായിട്ട് ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പ് പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ റീസൺ, അതായത് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ പരിപാടിക്ക് അവിടെ പോകാറില്ല. അതിൻ്റെ ഭാഗമായിട്ട് പോയില്ല, അതവിടെ പോയി വിളിപ്പിച്ച് ചുമ്മാ ഒരു സംഭവം അടിച്ചുണ്ടാക്കി ചെയ്തൊരു സംഭവമായത്. വെറുതെ പറഞ്ഞു 3 പ്രാവശ്യം പോയി കണ്ടു, അങ്ങോട്ട് എന്നെ വിളിക്കണമെന്ന് ആവശ്യപ്പെടുന്നൊക്കെ പറയുന്ന വിഡ്ഢിത്തരമായ സംഭവങ്ങൾ രാഹുൽ ഗാന്ധി ഇന്ത്യൻ പാർലമെൻറ്റിൽ പറഞ്ഞിട്ട് പിന്നീട് അദ്ദേഹം തന്നെ ഇന്ത്യൻ പാർലമെൻറ്റിൽ അപ്പോളജൈസ് ചെയ്യുക, തെറ്റുപറ്റിപ്പോയി. ഇതാണ് ഞാൻ രാഹുലിനെ പറ്റി പലപ്പോഴും പറഞ്ഞ്, ഇമ്മച്വാരിറ്റി, അതായത് മെച്വാരിറ്റി ഒരിക്കലും കാണിക്കാത്തൊരു ലീഡർ. നമുക്ക് ഈ വിസിറ്റുമായിട്ട് ബന്ധപ്പെട്ട് പറയാം. ഇപ്പം ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങൾ ഏതാണ്ട് സെറ്റിൽഡായി. ഇന്ത്യക്കെതിരെ ടാരിഫ് ഒന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ ഇന്ത്യ അമേരിക്കയിൽ നിന്നും സാധനങ്ങൾ വാങ്ങാൻ പോവുകയാണ്. അപ്പം അതിൻ്റെ ലിസ്റ്റുകളൊക്കെ കൊടുക്കാൻ. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു സംഭവം എന്ന് പറയുന്നത് അടുത്ത സമയത്ത് ഉണ്ടായിരിക്കുന്നത്, കഴിഞ്ഞ 3 വർഷമായിട്ട് റഷ്യയായിട്ട് നമ്മൾ ഏകദേശം 40% നമ്മുടെ മിലിറ്ററി ഹാർഡ്വെയർ എന്ന് പറഞ്ഞ റഷ്യൻ സാധനങ്ങളാണ്. ഇതിനെപ്പോഴും ഇതിൻ്റെ സ്പെയർ പാർട്സ് സംഭവങ്ങളും സ്ഥിരമായിട്ട് കൊടുത്തോണ്ടിരിക്കണം. അതാ ഡീലിലുണ്ട്. പക്ഷേ കഴിഞ്ഞ 3 വർഷമായിട്ട് റഷ്യ ഇന്ത്യക്ക് ഇതിൻ്റെ സ്പെയർ പാർട്സുകൾ കൊടുക്കുന്നില്ല. അതായത് മനസ്സിലാക്കേണ്ടത്, ഏറ്റവും പ്രധാനപ്പെട്ടത്, നമ്മുടെ ഫ്രണ്ട് ലൈനിൽ നിൽക്കുന്ന എയർഫോഴ്സിൻ്റെ MiG-29 പല എയർക്രാഫ്റ്റുകളും ഗ്രൗണ്ട് ചെയ്തിരിക്കുക, കാരണം സ്പെയർ പാർട്സ് ഇല്ലാതെ. ഇത് വലിയ ഇഷ്യൂ ആയിട്ട് മാറി. ഇപ്പോൾ ഇന്ത്യ പല ആവർത്തി ഇന്ത്യൻ ഡിഫൻസ് മിനിസ്ട്രിയുടെയും ഡിപ്ലോമാറ്റ്സും റഷ്യ ആൾക്കാരുമായിട്ട് കണ്ട് സംസാരിച്ചിട്ട് പോലും അവർക്ക് അതിനെപ്പറ്റി യാതൊരു പോസിറ്റീവായിട്ട് പറയുന്നില്ല. കാരണം വാർ ഇങ്ങനെ തുടരുവാണ്, റഷ്യ ഉക്രൈൻ. അവർക്ക് വേണ്ട സാധനങ്ങൾ പോലും അവർക്ക് കിട്ടും. അതേപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു സംഭവമാണ് T-90 ടാങ്ക് സിസ്റ്റം. അപ്പോൾ അതിനകത്ത് അതിന് പോലും നമുക്ക് ഈ സ്പെയർ പാർട്സ് കിട്ടുന്നില്ല. നിങ്ങൾക്ക് അത് സ്ഥിരമായിട്ട് റൺ ഓടിക്കുകയൊക്കെ ചെയ്യുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഇതിനകത്ത് ഈ സോട്ടീസൊക്കെ എയർഫോഴ്സ് എപ്പോഴും എടുക്കുന്നതാണ് MiG-29. കാരണം MiG-29 സുക്കോയിയേക്കാളും നല്ലതാണ്. കാരണം വാർ ഫ്രണ്ട് നല്ലപോലെ പെർഫോം ചെയ്യാൻ പറ്റും. ഉണ്ടാകുന്ന സംഭവം എന്ന് പറയുന്നത്, നമുക്ക് റഷ്യ കഴിഞ്ഞ 3 വർഷമായിട്ട് സ്പെയർ പാർട്സ് ഒന്നും തരാത്തതുകൊണ്ട് നമ്മുടെ ഡിഫൻസിൻ്റെ പല എക്യുപ്മെൻറ്റ്സും ഹാർഡ്വെയറും പ്രോപ്പറായിട്ട് പലതും മൂലയ്ക്ക് ഒതുക്കി വെച്ചേക്കുക. നാച്ചുറൽ ഉണ്ടാകുന്ന സംഭവം. അപ്പം പിന്നീടൊരു സംഭവം മറ്റുള്ള ഡിഫൻസ് സ്പീക്കറിൽ വരുന്ന സംഭവം, ഇന്ത്യ ഉക്രൈന് ആയുധം കൊടുത്തതിൻ്റെ പേരിൽ റഷ്യയ്ക്ക് താല്പര്യമില്ല ഇന്ത്യയുമായിട്ട് ഫർദർ ഒരു റിലേഷൻഷിപ്പിൽ പോകാൻ. അവർക്ക് കൂടുതൽ താല്പര്യം ചൈനയുമായിട്ടാണ്. ഇതൊരു റിപ്പോർട്ട് വന്നിരിക്കുകയാണ്, ഇത് റഷ്യൻ മീഡിയയിൽ തന്നെ വന്നിരിക്കുകയാണ്. ഇന്ത്യ തേർഡ് പാർട്ടി മുഖാന്തരം ഉക്രൈന് ഷെൽസ് കൊടുത്തു. അതിൻ്റെ പേരിൽ റഷ്യൻ പ്രസിഡന്റിന് ശരിക്കും ഇന്ത്യയോട് പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ പേരിൽ ഫർദർ ഇന്ത്യക്ക് സ്പെയർ പാർട്സ് കൊടുക്കുന്നത് ഫ്രീസ് ചെയ്തു എന്ന് പറയുന്ന റിപ്പോർട്ട്. ഇത് 2 രാജ്യങ്ങളും ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ ഈ റിപ്പോർട്ട് ശരിയാണെന്നും പറയുന്നില്ല, തെറ്റാണെന്നും പറയും. കാരണം ഈ റിപ്പോർട്ട് ഗ്ലോബലി ചലനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം റഷ്യ ഇന്ത്യ അകലുന്നു എന്നുള്ള സംഭവം. ഇപ്പോൾ അടുത്ത ചോദ്യം, പല മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നു, അതേപ്പറ്റി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ വരുന്നു, പല സംഭവങ്ങൾ വരുന്നു. ഇന്ത്യ നാറ്റോയുടെ ഭാഗമാകാൻ പോകുന്നോ ഇല്ല, ഇതാണ് ചോദ്യം. കാരണം പ്രധാനമന്ത്രി ഇപ്രാവശ്യത്തെ വിസിറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഈ നേരത്തെ ട്രംപ് ഇങ്ങനെ ഓഫർ ചെയ്തിരുന്നു, നേരത്തെ ബൈഡൻ ഡെമോക്രാറ്റ്സ് ഓഫർ ചെയ്തിരുന്നു, ഒന്നിലെ ഇന്ത്യ നാറ്റോയിൽ ചേരുക, അല്ലെങ്കിൽ നാറ്റോയ്ക്ക് പുറമെയുള്ള ഏറ്റവും ഫേവറേറ്റ് കൺട്രി എന്നുള്ള സ്റ്റാറ്റസ് കോയിൽ ഇന്ത്യ വരണം. പക്ഷേ അതിനകത്ത് നിബന്ധനകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്രാവശ്യം ഇന്ത്യ മോദി പോകുമ്പോൾ ശരിക്കും ഒരു ഡിഫൻസിൻ്റെ വലിയൊരു ഷോപ്പിംഗ് നടത്താൻ കൂടിയാണ് ഇന്ത്യ പോകുന്നത്. കാരണം റഷ്യയുടെ പല സിസ്റ്റങ്ങളും അതിൻ്റെ ഫെയിലിയറായി നമ്മൾ കണ്ടു. ഇറാനി ഫെയിലിയറായി,
അതേപോലെ ഉക്രൈനിൽ ഫെയിലിയറായി. ഈ സംഭവങ്ങൾ പ്രോപ്പറായിട്ട് വർക്കൗട്ട് ചെയ്യുന്നില്ല. അതുപോലെ റഷ്യ പുതിയ സംഭവങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. റഷ്യ ഇപ്പോൾ ഇന്ത്യയുടെ തലയിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നൊരു സംഭവം F-30 സുക്കോയ് 35. ഇന്ത്യ ഔട്ട് റൈറ്റ് ആയിട്ട് പറഞ്ഞത് വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് സുക്കോയ് 35 പെർഫോം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ഈ സുക്കോയ് എന്ന് പറയുന്ന 30 MK പോലും അത് മനോവറിങ്ങിലൊക്കെ വലിയ ഫ്ലൈയിങ് സംഭവമാണ്. പക്ഷേ അത് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല വാർ ഫീൽഡിൽ. അതും അതിനെപ്പറ്റി പല റിപ്പോർട്ട്, കാരണം റഷ്യ പോലും അത് ഫ്ലൈ ചെയ്യുന്നില്ല. സുക്കോയ് 35 പോലും റഷ്യ ഇപ്പോഴും അതും ഫ്ലൈ ചെയ്യുന്നില്ല. കാരണം അത് പെർഫോമൻസ് ബേസ്ഡ് ആകുന്നില്ല. ഈ സന്ദർഭത്തിലാണ് എന്തുകൊണ്ടാണ് മോദിയുടെ ഷോപ്പിംഗ്, അതായത് എക്യുപ്മെൻറ്റും ഹാർഡ്വെയറും ഷോപ്പിങ്ങും, അതേപോലെ നാറ്റോയുമായിട്ടുള്ള ഡിസ്കഷൻ ഉണ്ടാകും. അല്ലെങ്കിൽ നാറ്റോയുടെ പുറത്തുള്ള ഏറ്റവും ഫേവറേറ്റ് രാജ്യം എന്നുള്ള സംഭവം ഇന്ത്യക്ക് സ്റ്റാറ്റസ് കോ കിട്ടാനും ഇന്ത്യ അതിനെ അപ്ലൈ ചെയ്യാനും സാധ്യത. ഇത് അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണേ. 2000 ഇന്ത്യ ഗവൺമെൻറ് ട്രൈ ചെയ്തു. അതായത് നമ്മൾ ഈ എക്സ്പോർട്ടിങ് X300 400 ആൻറ്റി ഡിഫൻസ് സിസ്റ്റം, ആൻറ്റി മിസൈൽ എയർ ഡിഫൻസ് സിസ്റ്റം വാങ്ങുന്ന സമയത്തിന് മുമ്പായിട്ട് 2000 അമേരിക്കയോട് താല്പര്യം കാണിച്ചു. അവർക്ക് ഇന്ത്യക്ക് അവരുടെ ആരോ സിസ്റ്റം, അത് ഇസ്രായേലാണ് ബേസിക്കലി ഡെവലപ്പ് ചെയ്തത്. പക്ഷേ അമേരിക്കയുടെയും കൂടെ ജോയിൻ്റ് ആയിട്ടാണ് ഡെവലപ്പ് ചെയ്തത്. ഇപ്പം അന്ന് ആരോ 1 ആയിരുന്നു, ആരോ 2, ആരോ 3 ആണ്. അപ്പോൾ ആരോ 3 ഇസ്രായേൽ നമുക്ക് തരാൻ തയ്യാറ്. ഇസ്രായേൽ ആരോ 3 ലോകത്ത് ആർക്കും കൊടുത്തേക്കുന്ന ഒരേ ഒരു രാജ്യം എന്നത് ജർമ്മനിക്കാണ് 2023. ഇസ്രായേലിന് ഇത് തരാൻ തയ്യാറാണ് ആരോ. കാരണം X400 X300 ആൻറ്റി എയർ ഡിഫൻസ് സിസ്റ്റം ഫെയിലിയർ ആയിപ്പോയി. ഇപ്പോൾ എങ്ങനെയാണ് ഫെയിലിയർ ആയെന്നുള്ള കാര്യം ഞാൻ ഇതിൻ്റെ താഴെ പറയാം. പക്ഷേ ആരോ 3 എന്ന് പറയുന്നത് 2400 കിലോമീറ്ററാണ് റേഞ്ച്. അതായത് ഇൻ്റർ കോണ്ടിനെൻ്റൽ പോലെയുള്ള റേഞ്ചാണ്. ഈ X400 ആ റേഞ്ചും ഇല്ല. ഈ പറയുന്ന പെർഫോമൻസ് എന്ന് പറയുന്നത് ഇതിൻ്റെ മുമ്പിൽ അത് വലിയ പൂജ്യമായിട്ട് മാറിയേക്കുകയാണ്. അപ്പം അന്നും നമ്മൾ താടെന്ന് പറഞ്ഞ അമേരിക്കയുടെ എയർ ഡിഫൻസ് സിസ്റ്റം നമ്മൾ ട്രൈ ചെയ്തു വാങ്ങാം. പിന്നീട് ആദ്യം തരാമെന്ന് പറഞ്ഞില്ല. പിന്നീട് അമേരിക്ക ട്രംപ് വന്ന സമയത്ത് തരാമെന്ന് പറയുകയും പിന്നീട് ആ ഡീല് നടക്കാതെ പോവുകയും ചെയ്തു. അപ്പോൾ ഏതായാലും ഇന്ത്യ ഒരു എയർ ഡിഫൻസ് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടും പൊട്ടൻഷ്യൽ ത്രെട്ടുള്ള ചൈനയെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയും, കാരണം 2000 മുതൽ 2400 കിലോമീറ്റർ മിഡ് റേഞ്ചും ഉണ്ട് ഈ ആരോ 3യും ഈ സംഭവങ്ങൾ താട് 2 ആണെങ്കിലും. അപ്പോൾ അതിലേതെങ്കിലും ഇന്ത്യ വാങ്ങാനുള്ള സാഹചര്യം കൂടുതലാണ്. അതങ്ങനെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ, കാരണം ഇവർ ജർമ്മനിക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, കാരണം അമേരിക്കൻ ലൈസൻസോട് കൂടി പെർമിഷനോട് കൂടി കൊടുത്തേ. അങ്ങനെ അത് വാങ്ങണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് അമേരിക്കയുടെയും കൂടെ പെർമിഷൻ വേണം. കാരണം 2000 നമ്മളിത് വാങ്ങാൻ ശ്രമിച്ചപ്പോൾ അമേരിക്ക അത് വീറ്റോ ചെയ്തതാണ്. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. മറ്റൊരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ഡിഫൻസ് സിസ്റ്റത്തിൻ്റെ 40% ഈ പറയുന്ന റഷ്യയെന്നാണ്. കാരണം നമ്മളിത് ഡൈവേഴ്സിഫൈ ചെയ്ത് പല രാജ്യങ്ങളിലൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഫ്രാൻസ്, കുറച്ച് ബ്രിട്ടന്, കുറച്ച് ഇസ്രായേൽ. അപ്പം ഇപ്പോഴത്തെ ഒരു ധാരണ അനുസരിച്ച് നാറ്റോ രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് റഷ്യയെ ഡിപ്പെൻഡ് ചെയ്യുന്നതിനേക്കാളും ഭേദം എന്നുള്ള നിലയിൽ ഇന്ത്യയുടെ ഡിഫൻസ് ഒഫീഷ്യൽ എക്സ്പേർട്സുകളും പറയാൻ തുടങ്ങി. കാരണം പല രീതിയിലുണ്ട്. ഇപ്പം എയർക്രാഫ്റ്റ് ആണെങ്കിൽ തന്നെ, അപ്പോൾ അതായത് MiG ഇപ്പോൾ 29 നമുക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റുന്ന ഇതിൻ്റെ സ്പെയർ പാർട്സിൻ്റെ പ്രശ്നങ്ങളുണ്ടാകും. ഈ റഫേൽ എന്ന് പറയുന്നത് 4.5 ആണ്. അപ്പോൾ റഫേൽ നമ്മൾ 124 124 വാങ്ങാൻ വേണ്ടിയായിരുന്നു നേരത്തെ പ്ലാൻ ചെയ്തത്. പിന്നീട് അത് ആദ്യം 3 സ്ക്വാഡ്രൺ വരുന്നു. അതിനുശേഷം ഇന്ത്യയിൽ അത് ഉണ്ടാക്കാനുള്ള ധാരണയായിരുന്നു. പക്ഷേ ഇപ്പോഴത് റീതിങ്കിങ്ങിലോട്ട് പോവുകയാണ്. നേവിക്ക് വേണ്ടി കുറച്ച് എയർക്രാഫ്റ്റ് വാങ്ങി. ഇനി ഫർദർ ഏത് എയർക്രാഫ്റ്റ് വാങ്ങും, കാരണം ഇന്ത്യ ഡെവലപ്പ് ചെയ്യുമ്പോൾ 5th ജനറേഷൻ എയർക്രാഫ്റ്റ് അല്ലെങ്കിൽ, കാരണം ഈ റഫേൽ എന്ന് പറഞ്ഞ 4.5 ജനറേഷന്, ഇപ്പോഴത്തെ സംഭവം 5th ജനറേഷൻ എയർക്രാഫ്റ്റാണ് ഇപ്പം അമേരിക്കയുടെ F-35 എന്ന് പറയുന്നത്. പക്ഷേ ഇതിന് വില കൂടുതലാണ്. പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡിസ്കഷൻ നടക്കും ഈ നാറ്റോവുമായിട്ട് പുറമേയുള്ള രാജ്യം. കാരണം ചൈന എന്ന് പറയുന്നത് നമുക്കൊരു പൊട്ടൻഷ്യൽ ത്രെട്ട് തന്നെയാണ്, ഇന്നോ അല്ലെങ്കിൽ നാളെയാണെങ്കിൽ. ഇപ്പം ഏത് രീതിയിലാണ് മാറ്റം ഉണ്ടാകുക, കാരണം റഷ്യയെ നമുക്ക് ഈ പറയുന്ന പോലെ ഇനിയും വിശ്വസിക്കാൻ കഴിയത്തില്ല. കാരണം റഷ്യക്ക് കൂടുതൽ താല്പര്യം കാണിച്ചിരിക്കുന്ന ചൈനയുമായിട്ടാണ്. അപ്പം ഇന്ത്യയും ചൈനയുമായിട്ടുള്ള ബന്ധവും ഇഷ്യൂസും പ്രശ്നവും, അതേപോലെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ റഷ്യ നമ്മളെ ഹെൽപ്പ് ചെയ്യാനുള്ള
അവരുടെ കേപ്പബിലിറ്റി വളരെ കുറവാണ്. അപ്പം അതിൻ്റെ പ്രാധാന്യമെല്ലാം എടുക്കുകയും ഇന്ത്യൻ ഡിഫൻസുമായിട്ട് ബന്ധം, കാരണം നമുക്ക് പൊട്ടൻഷ്യൽ ത്രെട്ട് ഉണ്ട്, കാരണം നമുക്ക് മറ്റു പല രീതിയിലും മോഡേണൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്, വെപ്പൺസ് ആണെങ്കിലും ട്രെയിനിങ് ആണെങ്കിലും. കാരണം ടെക്നോളജി അനുസരിച്ച് പലതും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. കാരണം വാർഫെയറുമായിട്ട് നോക്കുമ്പോൾ നമ്മൾ പലതിലും മുമ്പോട്ട് പോകേണ്ട കാര്യങ്ങളുണ്ട്. ഇപ്പോഴെൻ്റെ അത് ഡിപ്പെൻഡബിൾ എന്ന് പറയുന്നത് അമേരിക്കയും നാറ്റോ രാജ്യങ്ങൾ, ഇസ്രായേലിൽ പല സാധനങ്ങൾ ഇന്ത്യക്ക് തരണമെന്നുണ്ട്. പക്ഷേ ഇതിനകത്തെല്ലാം അവർ അമേരിക്ക കയറി വീറ്റോ ചെയ്യും. ഇസ്രായേലിൻ്റെ കൂടെ ഒരു പ്രഷറുണ്ട്, അമേരിക്കയുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് കൂടുതൽ സാധനങ്ങൾ ഇന്ത്യയിലോട്ട് തരാം. അപ്പം അതാണ് ഞാനിപ്പോൾ ആരോ 3യുടെ കാര്യം പറയുമ്പോൾ ആരോ 2ൻ്റെ കാര്യം പറയുമ്പോഴും എഫക്റ്റീവ് എന്താണെന്ന് പറയാം. ഇപ്പം ഇൻ്റർ കോണ്ടിനെൻ്റൽ ഇപ്പം ആരോ 3 ഇൻ്റർ കോണ്ടിനെൻ്റലായിട്ട് എയർ ഡിഫൻസ് സിസ്റ്റം, അതായത് വളരെ ദൂരെ, ഇപ്പോൾ ചൈന വളരെ ദൂരെ ഇന്ത്യക്കെതിരെ മിസൈൽ വെച്ചിരിക്കുന്നു ഇങ്ങോട്ട് വിടാൻ വേണ്ടി. അത് സാറ്റലൈറ്റ് കൂടെ പോയിട്ട് ഹിറ്റ് ആൻഡ് കില്ലെന്നുള്ള സംഭവത്തിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ X-400 എന്ന് പറയുന്ന സാധനം മിഡ് എയറിൽ വെച്ചാണ്, അതായത് എയറിൽ വെച്ചാണത് അതിന് ശത്രുവിൻ്റെ മിസൈലിനെ തീർക്കുന്നത്. പക്ഷേ ഇത് എഫക്റ്റീവായിട്ട് ഈ താഡിനെ പോലെയും അതേപോലെ തന്നെ ആരോയെ പോലെയും, താടും ഇതേപോലെ മിഡ് എയറിൽ വെച്ചാണ് ഇതിനെ തീർക്കുന്നത്. അത്രമാത്രം എഫക്റ്റീവ് അല്ലെന്നാണ് ഗ്ലോബലായിട്ടുള്ള പത്രങ്ങളും മീഡിയാസും, അതായത് ഡിഫൻസിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എക്സ്പേർട്ടുകളും പറയുന്നത്. ഇന്ത്യ പലതും ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത്. നമുക്ക് കുറച്ചും കൂടി സമയം എടുക്കും ഇത് ഡെവലപ്പ് ചെയ്ത് ഒരു നല്ല രീതിയിലോട്ടാക്കിയിടാം. കാരണം ഇപ്പോഴാണ് പ്രൈവറ്റ് പ്ലെയേഴ്സ് വരുന്നത്. അപ്പം അതിന് പ്രത്യേകിച്ച് സമയമെടുക്കും. പിന്നെ അതേപോലെ തന്നെ മറ്റുള്ള വെപ്പൺസ്, ലേറ്റസ്റ്റ് ആയിട്ടുള്ള റഡാറുകളും മറ്റുള്ള വെപ്പൺസും AI ഉപയോഗിച്ചുള്ള വെപ്പൺ, ഇതൊക്കെ അമേരിക്കയുടെ കയ്യിലും ഇസ്രായേലിൻ്റെ കയ്യിലും ഉണ്ട്, പല നാറ്റോ രാജ്യങ്ങളുടെ. പക്ഷേ ഈ നാറ്റോ രാജ്യങ്ങളൊക്കെ തരണമെന്നുണ്ടെങ്കിൽ തന്നെ, ഇൻക്ലൂഡിങ് ഇസ്രായേൽ തരണമെന്നുണ്ടെങ്കിലും അത് അമേരിക്കയുടെ പെർമിഷനോട് കൂടിയേ തരികയുള്ളൂ. ഇതെല്ലാം കൂടെ ക്ലബ്ബ് ചെയ്തു പോവുകയാണെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇപ്രാവശ്യം പോകുന്ന ഒരു ഡിഫൻസ് ഷോപ്പിങ്ങിനായിരിക്കും. നേരത്തെ ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ ഇന്ത്യ ചോദിച്ച ഒരു പ്രത്യേകതരം ഒരു ഡ്രോൺ ഉണ്ട്, വളരെ വളരെ പോപ്പുലറായിട്ടുള്ള അമേരിക്കൻ ഡ്രോൺ ഉണ്ട്. അത് പിന്നീട് തരാമെന്ന് പറഞ്ഞു. അതേപോലെ ഇന്ത്യക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡ്രോൺ വേണം. ഇന്ത്യ പല ഭാഗത്തും ഡെവലപ്പ്, പക്ഷേ ഇതുമായിട്ട് ക്വാളിറ്റിയുമായിട്ട് ഡെവലപ്പ് അത് ഇത്തിരി സമയമെടുക്കും, വർഷങ്ങളെടുക്കും. അപ്പം ബേസിക്കലി നമുക്കിപ്പം ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങുക, പിന്നീട് അമേരിക്കയുടെ ഒരു നാറ്റോയിൽ അംഗമായില്ലെങ്കിലും മോസ്റ്റ് ഫേവറേറ്റ് എന്നുള്ള രീതിയിലോട്ട് വരിക. പിന്നെ മറ്റുള്ള നാറ്റോ രാജ്യങ്ങൾ ഇന്ത്യക്ക് കൊടുത്തിരിക്കുന്ന വാഗ്ദാനം, അതായത് ജപ്പാനാണെങ്കിലും കൊറിയ ആണെങ്കിലും ഓസ്ട്രേലിയ കോഡാണെങ്കിലും ഈ പറയുന്ന ഇസ്രായേൽ ആണെങ്കിലും മറ്റുള്ള രാജ്യങ്ങൾ പറയുന്നത്, ഇന്ത്യയിൽ പല കമ്പനികൾക്കും അവർ ഷെൽസ്, അതായത് വെപ്പൺസ് ഉണ്ടാക്കാൻ വേണ്ടി കൊടുക്കാം. അത് ഇന്ത്യയിൽ അത് ഉണ്ടാക്കിയിട്ട് അവരുടെ കമ്പനികൾ അത് കൊണ്ടുപോയി ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയി അവർക്ക് ആവശ്യമുള്ളിടത്തോളം. പക്ഷേ അതിനും അവർക്ക് പെർമിഷൻ വേണം അമേരിക്ക. കാരണം അങ്ങനെ വരുവാണെങ്കിൽ ഇന്ത്യ ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ഈ ആംസും ആമിനേഷനും ടെക്നോളജി അല്ല കാരണം ഈ രാജ്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ അങ്ങനൊരു സംഭവം ഇന്ത്യക്ക് മുമ്പിൽ ഒരു വലിയ രീതിയിലുള്ള ഓഫറുണ്ട്. കാരണം ഈ രാജ്യങ്ങൾക്കൊക്കെ അവിടെ ഉണ്ടാക്കാൻ വില കൂടുതൽ, ചാർജ് കൂടുതലാണ്. അപ്പോൾ ഇന്ത്യൻ കമ്പനികൾക്ക് വളരെ വില കുറഞ്ഞ രീതിയിൽ ഇതേ ക്വാളിറ്റിയുള്ള സാധനം ഉണ്ടാക്കിയിട്ട് ഇന്ത്യയിൽ നിന്ന് ഷിപ്പ് ചെയ്യുക എന്നുള്ള സംഭവം, ഇതിനെപ്പറ്റിയുള്ള ടോക്സ് ഉണ്ട്. അതായത് ഒരു കാര്യം കൃത്യം, ഈ ട്രേഡും മറ്റുള്ള സംഭവമല്ല, ഈ ചൈനയുമായിട്ടുള്ള ഇഷ്യൂവും ഇന്ത്യൻ ഡിഫൻസിൻ്റെ വേണ്ടിയുള്ള ഷോപ്പിങ്ങും, ഏത് രീതിയിലാണ് ഇന്ത്യൻ ഡിഫൻസ് ഫർദർ മുന്നോട്ട് അഡ്വാൻസ്ഡ് ആയിട്ട് ടെക്നോളജി ഇതെല്ലാം മോഡേണൈസ് ചെയ്യാൻ പറ്റുന്ന, അതിനെപ്പറ്റിയുള്ള ഡിസ്കഷനായിരിക്കും ട്രംപുമായിട്ട് ഉണ്ടാകാൻ പോകുന്നത്. പക്ഷേ എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഔട്ട്പുട്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ വളരെ വർഷങ്ങൾ കൊണ്ടുള്ള റഷ്യയുമായിട്ടുള്ള ബന്ധം ഏതാണ്ട് നല്ലപോലെ ഉലച്ചിലുണ്ടായിട്ടുണ്ട്. കാരണം ഇനി റഷ്യയുടെ കൂടെ പോകണ്ട എന്നുള്ള ധാരണ ഇന്ത്യയിലുള്ള സീനിയറായിട്ടുള്ള ഡിഫൻസ് ഓഫീഷ്യൽസും ഇപ്പോൾ സർവീസ് ചെയ്യുന്ന സീനിയറായിട്ടുള്ള ആൾക്കാരും ഗവൺമെൻറ്റിനെ ബ്രീഫ് ചെയ്തിട്ടുണ്ട്. കാരണം പെർഫോം ചെയ്യാൻ പറ്റിയില്ല അവരുടെ വെപ്പൺസ്, അതുപോലെ അവർക്ക് സ്പെയർ പാർട്സ് തരാൻ പറ്റുന്നില്ല. അത് 40% നിന്ന് 20% കുറയ്ക്കുകയും അത് കൂടുതൽ അമേരിക്കയും മറ്റുള്ള രാജ്യങ്ങളെ ഏൽപ്പിക്കുകയാണെങ്കിൽ, കാരണം ഒരാളെ മാത്രം ഡിപ്പെൻഡ് ചെയ്യേണ്ട മറ്റ് പല രാജ്യങ്ങളും പിന്നീട് ഫർദർ ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യാവുന്ന രീതിയിലാക്കിയെടുക്കാമെന്നുള്ള ധാരണയിലൊക്കെ ആയിട്ടുണ്ട്. രണ്ടാമത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം 5th ജനറേഷൻ ഫൈറ്റർ. അപ്പോൾ അത് അമേരിക്കയുടെ F-35, കാരണം അമേരിക്ക പല രാജ്യങ്ങൾക്ക് കൊടുക്കാൻ തുടങ്ങി. ടർക്കിക്ക് കൊടുത്തവരെ സസ്പെൻഡ് ചെയ്തു. ചിലപ്പോൾ ഇന്ത്യ അതിനെപ്പറ്റി ഫ്യൂച്ചറിൽ, കാരണം അതുമായിട്ടുള്ള നെഗോസിയേഷൻ നടക്കാനുള്ള സാധ്യത കൂടുതലാണ്.